ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ക്രോപ്പഡ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ചെറിയ സ്മോൾ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഫോട്ടോസ് നമുക്ക് ക്വാളിറ്റി നഷ്ടപ്പെടാതെ അതുപോലെ തന്നെ വിഡ്ത്തും ഹൈറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ ഇൻക്രീസ് ചെയ്ത് നിങ്ങൾക്ക് ഉദ്ദേശിച്ച അത്ര ആ ഒരു രീതിയിൽ ആ ഒരു റേഷ്യോയിൽ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതും നല്ല ഹൈ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്തതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പിക്കുകയുമില്ല. ആ രീതിയിൽ തന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ തുടർന്നും ഇതുപോലെ ഉപകാരപ്പെടുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നീട് സബ്സ്ക്രൈബ് ചെയ്യാം എന്ന് വിചാരിച്ച് നിൽക്കേണ്ട, ചിലപ്പോൾ മറന്നു പോയേക്കാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തോളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോക്ക് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, നല്ല നല്ല വീഡിയോസ് നമുക്ക് ഡെയിലി നിങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലോട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നതായിരിക്കും. അൺക്രോപ്പ് ആൻഡ് AI എക്സ്പാൻഡ് ഇമേജ്, നമ്മളുടെ ചെറിയൊരു ഇമേജ് നമ്മൾ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് വലിയൊരു ഇമേജ് ആക്കി എടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെയുള്ള അപ്ലോഡ് ഇമേജ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് ഇമേജാണോ നിങ്ങൾക്കത് ചെയ്യേണ്ടത് ആ ഒരു ഇമേജ് നിങ്ങളോട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു ചെറിയൊരു ചൈൽഡിൻ്റെ ഒരു ഫോട്ടോ ഞാനിപ്പം ഇത് ഇൻക്രീസ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ സ്ക്വയർ റേഷ്യോ ആണുള്ളത്. എനിക്കിപ്പോൾ ഇതൊരു 9:60 റേഷ്യോയിലേക്ക് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ ഭാഗത്ത് റേഷ്യോ സെലക്ട് ചെയ്യാനുണ്ടായിരിക്കും. അവിടെ നിങ്ങൾ റേഷ്യോ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അടിഭാഗത്തും ഒന്നുമില്ല, മുകൾ ഭാഗത്തും ഒന്നുമില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഇത് മൊത്തത്തിലൊരു ഫോട്ടോ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കാണുന്ന ആ ഒരു ബ്ലൂ ബട്ടൺ കാണാൻ പറ്റും. അത് ജനറേറ്റ് എന്നായിരിക്കും ആ ഒരു ബട്ടൺ. ഇപ്പം ഞാനിപ്പം വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് നഷ്ടപ്പെട്ടു പോയതാണ്. സോ നിങ്ങൾക്ക് ആ ഒരു ബ്ലൂ ബട്ടണിലൊക്കെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ നമുക്കൊരു AI ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഈ ഒരു എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും അഗൈൻ നിങ്ങൾക്ക് താഴത്തോട്ട് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റീജനറേറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ താഴത്ത് വന്നിട്ടുണ്ടായിരിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് അഗെയിൻ ഒന്നുകൂടിയും അവർ മറ്റൊരു രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതി ഏതാണോ, ഏത് ഫോട്ടോസാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ മറ്റൊരു ഫോട്ടോയും കൂടി, അതായത് മറ്റൊരു കുട്ടിയുടെ ഒരു ഫോട്ടോയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഞാനത് എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിപ്പം ഈ ഒരു കുട്ടിയുടെ ഈ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപത്തിലാണെങ്കിലും നിങ്ങൾക്കിത് എക്സ്പാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു റേഷ്യോ വരെ സെലക്ട് ചെയ്ത സമയത്തും നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആകെ ചെറിയ ഒരു ഫോട്ടോ മാത്രമാണ് ഇത്, ഒരു ഹെഡിൻ്റെ ആ ഒരു ഫോട്ടോ മാത്രമാണ് ഉള്ളത്. ഇതിൻ്റെ മുകളിലും താഴ് ഭാഗത്തും വലതുഭാഗത്തും ഇടതുഭാഗത്തും എല്ലാം ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ ഞാൻ ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത സമയത്ത് എനിക്കിപ്പം ഇവിടെ മൊത്തത്തിൽ അത് നല്ല രീതിയിൽ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിക്ചറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എന്നാൽ ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്തതാണ് ഈ ഒരു ഫോട്ടോ എന്നൊന്നും മറ്റുള്ളവർക്ക് മനസ്സിലാവുകയും ഇല്ല. ഓക്കെ, അപ്പം ഇനിയിപ്പം ഞാൻ മൂന്നാമത്തെ ഒരു കുട്ടിയുടെ ഫോട്ടോയും ഞാനിവിടെ എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നിങ്ങളിതിൽ ഏത് കുട്ടിയുടെ ഫോട്ടോസാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളത്? 1 2 3 അത് നിങ്ങൾ എന്തെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഞാനിപ്പം ചെറുതാക്കി വെച്ചു ഈ ഒരു ഫോട്ടോ, ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെറുതാക്കി വെച്ചു. എന്നിട്ട് ഞാനിവിടെ ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് കാണിക്കുന്നത്. അതായത് നമുക്കിവിടെ മൂന്ന് പ്രാവശ്യം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ, അതായത് ഗൂഗിൾ അക്കൗണ്ട് വെച്ചൊന്ന് സൈൻ ഇൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലെ ഗൂഗിൾ അക്കൗണ്ടുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു അക്കൗണ്ട് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദെൻ നിങ്ങൾക്ക് അഗെയിൻ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ദിവസം 3 സമയത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നീട് നമുക്ക് എക്സ്ട്രാ നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇമേജ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ക്യാഷ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇതുപോലെ നമുക്ക് നല്ലൊരു ഡിസൈനിൽ തന്നെ ഇത് മൊത്തത്തിൽ നമ്മൾ ആ ഒരു 9:60 റേഷ്യോയിൽ ഈ ഒരു ഫോട്ടോ എക്സ്പാൻഡ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോസ് ചെറിയ ഫോട്ടോസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ആ ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും, ബ്ലൂ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്ന ബട്ടൺ രണ്ടാമത് കാണാൻ പറ്റും. അതായത് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഡൗൺലോഡ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൽ സബ്സ്ക്രിപ്ഷൻസ് എടുക്കേണ്ടി വരും. ഓക്കെ, 3 സമയത്ത് മാത്രമാണ് ഒരു ദിവസം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു ഇമേജ് ഇവിടെ ഡൗൺലോഡായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിവ് നേടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.